നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ കാര്യമായില്ല. ജനജീവിതം സാധാരണ പോലെ. കൽതായ പാത്രിയർക്കീസ് മാർ ആവ തൃതീയൻ ബുധനാഴ്ച തൃശൂരിലെത്തുമെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനമായി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം. വാർത്തകൾ വിശദമായി. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ കാര്യമായില്ല. ജനജീവിതം സാധാരണ പോലെ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലാണ് സാധാരണ നിലയിൽ ജനജീവിതത്തെ മുന്നോട്ട് നടത്തിയത്. പതിവ് പോലെ സർവീസ് നടത്തി KSRTC ബസ്സുകളും ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങി. കടകമ്പോളങ്ങളും വിവിധ ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. ഹർത്താലിന്റെ തുടക്കത്തിൽ കടകൾ തുറക്കുന്നതിനും വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനും ചെറിയ ആശയക്കുഴപ്പമുണ്ടായെങ്കിലും 10 മണിയോടെ ജനജീവിതം സാധാരണ നിലയിലായി. ചുരുക്കം ചില ഇടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയാനും തുറന്നു പ്രവർത്തിച്ച കടകൾ അടപ്പിക്കാനും ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു. കൽതായ പാത്രിയർക്കീസ് മാർ ആവ തൃതീയൻ ബുധനാഴ്ച തൃശൂരിലെത്തുമെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ വിശുദ്ധമാർ അബിമലെക് തിമത്യോസ് തിരുമേനിയുടെ 81ാം ഓർമ്മ തിരുനാളും കാലം ചെയ്ത ഇഞ്ചിയുടെ സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനവും സമൂഹ സദ്യയും ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ആചരിക്കുന്നു. 30 വൈകിട്ട് 6:30 മാർത്തമറിയം വലിയ പള്ളിയിൽ തിരുനാൾ പ്രാർത്ഥനയും പ്രദക്ഷിണവും, മെയ് 1 രാവിലെ 7 മണിക്ക് ആഗോള സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധമാർ ആവ തൃതീയൻ പാത്രിയർക്കീസിന്റെ കാർമ്മികത്വത്തിൽ കുർബാനയും ഉണ്ടാകും. പള്ളി അങ്കണത്തിലെ വിശുദ്ധമാർ അബിമലെക് തിമത്യോസിന്റെ കബറെങ്കൽ ധൂമപ്രാർത്ഥനയും ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ കബറിടങ്ങളിൽ അന്യത ശുശ്രൂഷയും നടക്കും. രാവിലെ 10:30 സമൂഹ സദ്യയുടെ ആശീർവാദം പള്ളി അങ്കണത്തിൽ ഒരുക്കിയ പന്തലിൽ നടക്കും. അനുസ്മരണ സമ്മേളനവും ഉണ്ടാകും. 15,000 പേർക്കുള്ള സദ്യ ഒരുക്കുന്നു. പ്രഥമ വൈദിക ശ്രേഷ്ഠ പുരസ്കാരം മാർത്തോമാ സഭയിലെ വൈദികൻ റവറൻഡ് ഡോക്ടർ ഷാം P. തോമസിന് സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ക്ലർജി കൌൺസിൽ സെക്രട്ടറി ഫാദർ KR ഇനാശു, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ അബി ജെ പൊന്മാണിശ്ശേരി, വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ K. ജോസഫ്, സഭാ PRO M. ജിൽസൺ ജോസ് എന്നിവർ പങ്കെടുത്തു. മെയ് 1 30 തലേദിവസമാണ്. എന്താ റൻഷ പ്രാർത്ഥന നമുക്കിവിടെ വലിയ പള്ളിയിലുണ്ട്. അതിനുശേഷം പ്രദക്ഷിണമുണ്ട്. അതുപോലെ മെയ് 1 നമുക്ക് രാവിലെ കുർബാനയും അതിനുശേഷം കബറിങ്കിൽ ധൂപ പ്രാർത്ഥനയും അതിനുശേഷം മന്യത ശുശ്രൂഷയും 10:30 മണിക്ക് സമൂഹ സദ്യ അതിൻ്റെ വെഞ്ചരിപ്പും അതിനുശേഷം 11:30 മണിക്ക് നമ്മൾ കേരള ആരോഗ്യ സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി കോഴിക്കോട് സ്വദേശി KM ശ്രീ ചുമതലയേറ്റു. PSC ആദ്യമായി PRO തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ
സംസ്ഥാനത്ത് 1ാം റാങ്ക് നേടിയിരുന്നു. ദേശീയ മാധ്യമങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യയിലും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലും മാധ്യമപ്രവർത്തകയായി പരിചയം നേടിയിട്ടുള്ള ശ്രീ ദേശീയ സ്ഥാപനങ്ങളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് തുടങ്ങിയവയിൽ PRO ചുമതല വഹിച്ചിട്ടുണ്ട്. ജേർണലിസത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 2ാം റാങ്കോടെ ബിരുദവും നേടിയിട്ടുണ്ട്. നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയിലെ ഇടവക വികാരിമാർക്ക് യാത്രയയപ്പ് നൽകി. 3 വർഷക്കാലം നെല്ലങ്കര ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുകയും ആത്മീയമായും നയിച്ചിരുന്ന റവറൻഡ് ഡോക്ടർ മൈക്കിൾ P. വള്ളവന്ത്ര കശീശയ്ക്കും സഹവികാരി റവറൻഡ് ഫാദർ MD അബി കശീശയ്ക്കും പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സീനിയർ വൈദികനായ റവറൻഡ് ഫാദർ അന്തോണി കശീശ, ഇടവക കൈക്കാരൻ തിമോത്തി വടക്കൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. സഭാ കൌൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, ജിൻസൺ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ ഇടവക വിശ്വാസികളും പങ്കാളിത്തം വഹിച്ചു. പ്രിയപ്പെട്ട വൈദികർക്കും ഇടവക വിശ്വാസികൾക്കും സഭാ കൌൺസിൽ ജീസ് AJ നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നു. വൈകിട്ട് 6-നും രാത്രി 10-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ്. KECB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് അവറിൽ വാഹന ചാർജിംഗ് പാടില്ല. AC താപനില 24-നും 26-നും ഇടയിൽ ക്രമീകരിക്കണം. മെയ് 1-ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഒരാഴ്ച മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. ഏപ്രിൽ 29-നും 30-നും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം.
ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. പരിശോധനാ ഫലം ലഭിച്ചതിന്റെ തുടർച്ചയായി ഏപ്രിൽ 26-ന് അടിയന്തര യോഗം ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ ഉത്തരവായി നൽകി. ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രാത്രി അടിയന്തര യോഗം ചേർന്നു. DNA പരിശോധനാ ഫലം, പോലീസ് റിപ്പോർട്ട്, ഫോറൻസിക് സർജൻ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതത്തോടെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചു. 27-ന് രാവിലെ ജില്ലാ കളക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. പുതൂർക്കര അരങ്ങത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ അഭിജിത്ത്, തൃശൂർ മനക്കുടി കൊളാട്ട് വീട്ടിൽ വിജയൻ മകൻ വിഷ്ണു വിനോദ്, തൃശൂർ കോട്ടപ്പുറം പള്ളത്ത് കരുമാലി വീട്ടിൽ മോഹനന്റെ മകൻ ഗിരീഷ്, തൃശൂർ തെക്കുംകര ചോറത്ത് വീട്ടിൽ അയ്യപ്പന്റെ മകൻ സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയിലൂടെ കണ്ടെത്തിയത്. 20ന്റെ നിറവിൽ കാർട്ട്, ലാലൂരിന്റെ മണ്ണിൽ വിരിഞ്ഞ നാടക വസന്തം. അരങ്ങിലെ വെളിച്ചവും ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളും മാത്രമല്ല, ഒരു ജനതയുടെ ഒത്തൊരുമയും കുട്ടികളുടെ സർഗ്ഗവാസനകളും ഒത്തുചേരുന്ന അപൂർവമായ നാടകക്കളരി തൃശൂരിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നടത്തിവരുന്ന കാർട്ട് ഇന്ന് അതിന്റെ 20ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വെറുമൊരു വെക്കേഷൻ ക്യാമ്പല്ല, മറിച്ച് കേരളത്തിലെ ബാലനാടകവേദിയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. 2005-ലാണ് കാർട്ട് എന്ന ആശയത്തിന്റെ വിത്തുപാകുന്നത്. ഡോക്ടർ രാമചന്ദ്രൻ മുഗേരി വകുപ്പ് അധ്യക്ഷനായിരുന്ന കാലയളവിൽ മുൻ വകുപ്പ് അധ്യക്ഷനും ഡയറക്ടറുമായ ഡോക്ടർ വൈര വാസുദേവൻ പിള്ള നാടക പഠനത്തിലെ വിവിധ ശാഖകളിൽ വിദഗ്ധരായ യുവ അധ്യാപകർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചുമതലയേറ്റു. ചിൽഡ്രൻസ് തിയേറ്റർ സ്പെഷ്യലൈസ് ചെയ്തെത്തിയ നജ്മുൽ ഷാഹി ക്യാമ്പ് കോർഡിനേറ്ററായി. ഡോക്ടർ ബുഗേരിയോടൊപ്പം സുർജിത്, KV വിജയ്, ഷിബു S കൊട്ടാരം, VN വിനോദ്, ഡോക്ടർ ഗോപൻ ചിദംബരം എന്നിവരും അന്നത്തെ വിദ്യാർത്ഥികളും 10 ദിവസം നീണ്ടുനിന്ന ആദ്യ ക്യാമ്പ് യാഥാർത്ഥ്യമാക്കി. ജനകീയ പങ്കാളിത്തത്തിന്റെ കമ്മ്യൂണിറ്റി തിയേറ്റർ, സർവകലാശാലയുടെ സാമ്പത്തിക സഹായങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു ആദ്യ യാത്ര. അട്ടപ്പാടിയിലെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം കുരുന്നുകളും അന്ന് ക്യാമ്പിനെത്തി. ചുവന്ന മണ്ണിലെ ഓട്ടോറിക്ഷ അപകടം, ഡ്രൈവർ മരിച്ചു. ഇരുമ്പുപാലം സ്വദേശി ലിൻസനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ചുവന്ന മണ്ണിൽ അപകടമുണ്ടായത്. വാണിയമ്പാറ ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മിനി കണ്ടെയ്നർ ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ഇരുമ്പുപാലം സ്വദേശി ലിൻസൺ മരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ഓട്ടോറിക്ഷ വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ ലിൻസനെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മരണപ്പെടുകയായിരുന്നു. ഡബിൾ ഹോഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിലാണ് ഓട്ടോറിക്ഷ ഇടിച്ചത്. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു.
കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം. പാണഞ്ചേരി പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശാ വർക്കർമാർ, CDS, ADS മെമ്പർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി വർക്കേഴ്സ് എന്നിവർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം 7-ാം തീയതി പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുമെന്നും എല്ലാ വാർഡുകളിലും ശുചിത്വ പ്രവർത്തനം നടത്താൻ ക്രമീകരണം ചെയ്യണമെന്നും അറിയിച്ചു. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോളി ജോർജ്, വിനോദ്, സീന വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ സന്നിഹിതരായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജീവി മാത്യു സ്വാഗതം പറയുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു സിയർ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിവ്യ L, സുനിത SS, ഐശ്വര്യ PS, ആതിര K കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. പിന്നെ പുറത്ത് വെക്കും, പിന്നെ വെള്ളം വീഴുന്നെടുത്ത് വെക്കും. വാഷിംഗ് മെഷീനൊക്കെ പല വീടുകളിൽ ഒന്നിലധികം വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലേ, കൊടുക്കാതെ. ഈ വാഷിംഗ് മെഷീനൊക്കെ വേസ്റ്റ് ആയിട്ട് അവിടെയൊക്കെ പ്രശ്നമാണ്. അവിടെയൊക്കെ എന്താണ്, ധാരാളം വെള്ളം അതിനകത്ത് കയറിയിരിക്കും. അതിനകത്ത് ആവശ്യം പോലെ കൊതു മുട്ടയിടും. അപ്പോൾ നമുക്ക് വേണ്ടാത്ത വസ്തുക്കളൊക്കെ നമ്മൾ പറക്കി എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റിനും വെക്കുകയും അതിലൊക്കെ കൊതുക് മുട്ടയിടുകയും ചെയ്യും. അപ്പോൾ അത്തരം വസ്തുക്കളുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ പോകുമ്പോൾ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഒരു വിഷയമാണ്, നമ്മൾ വീട് കാശ് കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പൊളിക്കത്തില്ലയോ? പൊളിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഒരുപാട് കൊതുകിന് വളരാനുള്ള പലവിധമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇല്ല, ചെറുതായിട്ട് ഒക്കെ പോലെ വരുന്നുണ്ട്, ചെറുതാണ്. അപ്പം ഓക്കെ, അപ്പോൾ അങ്ങനെ അത് വേണ്ട നമുക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന വീട് പൊളിക്കുന്നിടത്തൊക്കെ ഒരുപാട് വസ്തുക്കൾ കാണും, വെള്ളം കെട്ടി നിൽക്കാനുള്ള. അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാവരും വലിയ പണക്കാരാണല്ലേ, പഴയ അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഭയങ്കര പണമില്ലയോ? ഇത്രയൊന്നുമില്ല. ഞാൻ ചോദിക്കാൻ കാരണം, നമുക്ക് വീടുകളിൽ പണ്ടത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ എത്ര കക്കൂസിന്റെ ആവശ്യമുണ്ട് ഒരു വീട്ടിൽ 3 പേർക്കൊക്കെ? 2 കക്കൂസ് വേണോ? 4 പേർക്ക് 1 കക്കൂസ് മതി അല്ലേ? പക്ഷെ അങ്ങനെയാണോ നമ്മുടെ വീടിന്റെ അവസ്ഥ? എത്ര കക്കൂസ് ഉണ്ട് അതിന്റെ വീട്ടില്? എന്റെ മുഖത്തോട്ട് താഴം വരുന്നത്, പക്ഷെ ഇങ്ങോട്ട് നോക്കുന്നത് എത്ര കക്കൂസ് ഉണ്ട് വീട്ടില്? 1 ഇതിന് പാവത്തിനാണ് കേട്ടോ, വലിയ വീട്ടിലോ. ചേരുംകുഴിയിൽ പുരുഷ സ്വയം സഹായ സംഘം സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ട്രഷററെ പുറത്താക്കി. കളക്ടർക്ക് നൽകിയ പരാതിയിൽ സംഘത്തെ തന്നെ നിരോധിച്ചതായി പറയുന്നു. നടത്തറ പഞ്ചായത്തിലെ ചേരുംകുഴിയിൽ 9-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ശങ്കരൻപടി ആസ്ഥാനമാക്കി ബെസ്റ്റ് ഓഫ് 12 എന്ന പുരുഷ സഹായ സംഘം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രസിഡന്റ് ബേബി താഴത്തുകുടി, സെക്രട്ടറി ഷിൻഡോ അമ്പാടൻ, ജോയിന്റ് സെക്രട്ടറിമാർ സലാഷ് തുറവൻതുരുത്തിൽ, അനീഷ് ജോസഫ്, ട്രഷറർ ജോയ് മേലിട്ട് എന്നിവരും മറ്റ് 7 അംഗങ്ങളുമായി പ്രവർത്തിച്ചു വരുന്നതിനിടെ ട്രഷറർ ജോയി സാമ്പത്തിക തിരിമറി നടത്തിയെന്നാരോപിച്ച് സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ജോയി പഞ്ചായത്തിന് പരാതി നൽകി. യോഗം വിളിച്ചെങ്കിലും അംഗങ്ങളോ ഭാരവാഹികളോ ഹാജരായില്ല. തുടർന്ന് ജില്ലാ കളക്ടർക്ക് ജോയ് നൽകിയ പരാതിയിൽ ഈ സംഘത്തിന്റെ പ്രവർത്തനം നിരോധിച്ചതായി ജോയ് അറിയിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സംഘത്തിൻ്റെ ഇഷ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിൽ വന്നുള്ളത്. എൻ്റെ പേര് ജോയി മേലിട്ട്. ചേരുംകുഴി ശങ്കരൻപടി ആസ്ഥാനമാക്കി 12 പുരുഷന്മാർ ചേർന്ന ഒരു പുരുഷ സഹായ സംഘം രൂപീകരിച്ച് അതിൽ നിന്ന് ട്രഷറായ എന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒഴിവാക്കുകയും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന് പറഞ്ഞ് ഭാരവാഹികളും അംഗങ്ങളും സൈൻ ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് അടിസ്ഥാനത്തിലാണ് ഇവർ എന്നെ ഒഴിവാക്കിയിട്ടുള്ളത്. തുടർന്ന് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഘം ഭാരവാഹികളോ അംഗങ്ങളോ ആരും തന്നെ സഹകരിക്കാത്തതിനാൽ തുടർന്ന് കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഘത്തിൻ്റെ രജിസ്ട്രേഷനും പുതിയ നിലവിലുള്ള സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ അസാധുവാകുകയും പുതിയ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നമുക്ക് കേൾക്കാം. ഒല്ലൂരിലെ തലമുതിർന്ന CPM നേതാവും ട്രേഡ് യൂണിയൻ സംഘാടകനുമായിരുന്ന കല്ലൂർമന റോഡിൽ താഴത്ത് വീട്ടിൽ TV ദിവാകരൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു.
CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം, ഒല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം, അഞ്ചേരി ലോക്കൽ സെക്രട്ടറി, CITU ഒല്ലൂർ ഏരിയ പ്രസിഡന്റ്, ഏരിയ ട്രഷറർ, ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ മേഖലകളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. കാളവണ്ടി തൊഴിലാളി യൂണിയൻ, ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയൻ, പാക്കിംഗ് കേസ് തൊഴിലാളി യൂണിയൻ, കശുവണ്ടി കമ്പനി തൊഴിലാളി യൂണിയൻ, ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ, വൈദ്യരത്നം ആയുർവേദശാല തൊഴിലാളി യൂണിയൻ തുടങ്ങി നിരവധി തൊഴിലാളി യൂണിയനുകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചു. സംസ്കാരം നടന്നു. സുമതിയാണ് ഭാര്യ. ജയ, പരേതനായ സന്തോഷ്, സുഭാഷ് എന്നിവർ മക്കളും, ശിവദാസൻ, രേഖ, ശ്രീജിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ കാര്യമായില്ല. ജനജീവിതം സാധാരണ പോലെ. കൽതായ പാത്രിയാർക്കീസ് മാർ ആവ തൃതീയൻ ബുധനാഴ്ച തൃശൂരിലെത്തുമെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനമായി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.